ആത്മീയ ഗുരുവായ ശ്രീ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളിൽ നിന്നും പ്രചോദനമുൾക്കൊണ്ട് സമുദായ ആചാര്യൻ ഭാരതകേസരി ശ്രീ മന്നത്ത് പത്മനാഭൻ നേതൃത്വം നൽകി 1914 നായർ സമുദായത്തിന്റെ നാനോന്മുഖമായ ഉന്നമനത്തിനു വേണ്ടി സ്ഥാപിതമായ നായർ സർവീസ് സൊസൈറ്റി കേരളത്തിലെ സാമുദായിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ വിജയഗാഥ മുഴക്കിക്കൊണ്ട് 100 വർഷം തികച്ചിരിക്കുന്ന ഈ അവസരത്തിൽ ശതാബ്ദി ആഘോഷങ്ങൾക്ക് കർണാടക നായർ സർവീസ് സൊസൈറ്റിയുടെ അഭിനന്ദനങ്ങൾ. നായർ സർവീസ് സൊസൈറ്റിയുടെ ചുവടുപിടിച്ച് 1982 ബാംഗ്ലൂർ നായർസ് അസോസിയേഷൻ, ദൂരവാണി നഗർ നായർ വെൽഫെയർ അസോസിയേഷൻ, ഇന്ദിരാനഗർ നായർ സമാജം എന്നീ 3 സംഘടനകൾ ലയിച്ച് കർണാടക നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കലാ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിൽ ഒരു നിർണായക ശക്തിയായി വളർന്ന KNSS ഇന്ന് കർണാടകയിലെ ഏറ്റവും വലിയ ഇതര ഭാഷാ സംഘടനയാണെന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. ഏകദേശം 200 നായർ കുടുംബങ്ങൾ ഒത്തുചേർന്ന് 2001 KNSSന്റെ 17ാമത് കരയോഗമായ ടി ദാസരഹള്ളി കരയോഗം പ്രവർത്തനം ആരംഭിച്ചു. നടന്ന കുടുംബസംഗമത്തിൽ നമ്മുടെ ആദ്യ സൊവനീർ പ്രകാശനം ചെയ്തു. ഏതൊരു സംഘടനയുടെയും ശക്തി യുവജനങ്ങളാണെന്നുള്ള സത്യം 2004 നമ്മുടെ യൂത്ത് വിങ്ങിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ പ്രചോദനമായി. വാടക കെട്ടിടത്തിലും അംഗങ്ങളുടെ വീടുകളിലുമായി പ്രവർത്തനം നടത്തിയിരുന്ന നമ്മൾ സ്വന്തമായി ഒരു കെട്ടിടം ഉണ്ടാവുക എന്ന ആശയം മുന്നിൽ കണ്ട് ധനശേഖരണാർത്ഥം 2005 കൃഷ്ണചന്ദ്ര കൺവെൻഷൻ സെന്ററിൽ നടത്തിയ സംഗീത നിശയ്ക്ക് അംഗങ്ങളുടെ ഊഷ്മളമായ സഹകരണമായിരുന്നു ലഭിച്ചത്. അതേ വേദിയിൽ മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ PV ഗംഗാധരന്റെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു. 2006 ദാസരഹള്ളിയുടെ ഹൃദയഭാഗമായ സന്തോഷ് നഗറിൽ നമ്മുടെ ഇരുനില സൗധം ഉദ്ഘാടനം ചെയ്തപ്പോൾ നാം അറിഞ്ഞു നമ്മുടെ കൂട്ടായ്മയുടെ ശക്തി. 2006 നമ്മുടെ കുടുംബസംഗമ വേദിയിൽ മുഖ്യ അതിഥിയായി എത്തിയത് നായർ സർവീസ് സൊസൈറ്റിയുടെ അമരനായകൻ ശ്രീ PK നാരായണ പണിക്കർ സർ ആയിരുന്നു. നിറഞ്ഞു കവിഞ്ഞ സദസ്സിൽ ആഹ്ലാദവാനായ അദ്ദേഹം പറഞ്ഞത് മറുനാട്ടിൽ ഇത്രയും കൂടുതൽ അംഗങ്ങളുള്ള ഒരു കരയോഗത്തിന്റെ പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് തന്റെ ഭാഗ്യമാണെന്നായിരുന്നു. KNSSന്റെ ചരിത്രത്തിൽ തന്നെ ശ്രീ നാരായണ പണിക്കർ സാർ പങ്കെടുത്തിട്ടുള്ളത് ടി ദാസരഹള്ളി കരയോഗത്തിന്റെ കുടുംബസംഗമത്തിൽ മാത്രമാണെന്നത് നമ്മുടെ സ്വകാര്യ അഭിമാനം. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ മലയാള സിനിമാ അഭിനേത്രി ശ്രീദേവി ഉണ്ണി നമ്മുടെ മഹിളാ വിഭാഗം ചൈതന്യയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. 2009 കൃഷ്ണചന്ദ്ര കൺവെൻഷൻ സെന്ററിൽ നടന്ന കുടുംബസംഗമത്തിൽ നമ്മുടെ മുഖ്യ അതിഥിയായി എത്തിയത് ഒരു കാലഘട്ടത്തിന്റെ വസന്തവും ശിശിരവുമായിരുന്ന സിനിമാ അഭിനേത്രി സീമയായിരുന്നു. തുടർന്ന് ഐഡിയാർ സ്റ്റാർ സിംഗർ എന്ന ടെലിവിഷൻ പരിപാടിയിലെ വിജേതാവ് തുഷാർ നടത്തിയ സംഗീത വിസ്മയം നമ്മൾ ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്നു. പൊന്നോണം 2010 കുടുംബസംഗമത്തിൽ കേരളത്തിൽ നിന്നുള്ള യുവരാഷ്ട്രീയ നേതാവ് വിഷ്ണുനാഥ്, മലയാള സിനിമാ നടൻ രമേഷ് പിഷാരടി എന്നിവർ പങ്കെടുത്തു. അതേ വേദിയിൽ ഐഡിയ സ്റ്റാർ സിംഗർ ജേതാക്കളായ നയന നായരും സന്നിധാനന്ദനും ചേർന്ന് നടത്തിയ സംഗീത വിരുന്നുമുണ്ടായിരുന്നു.
2012 നടത്തിയ നമ്മുടെ കുടുംബസംഗമത്തിൽ NSS ഡയറക്ടർ ബോർഡ് അംഗവും മുൻ കേരള സംസ്ഥാന മന്ത്രിയുമായിരുന്ന ശ്രീ ആർ ബാലകൃഷ്ണപിള്ള പങ്കെടുത്തപ്പോൾ നിറഞ്ഞു കവിഞ്ഞ സദസ്സ് അത് ആഘോഷമാക്കി മാറ്റി. 2013 നമ്മുടെ 3ാം സ്മരണികയുടെ പ്രകാശനവും നടന്നു. വൈവിധ്യമാർന്ന കലാപരിപാടികളാൽ എന്നും വർണ്ണശബളമായിരുന്നു നമ്മുടെ കുടുംബസംഗമ വേദികൾ. മഹിളാ വിഭാഗം ചൈതന്യയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സർവൈശ്വര്യ പൂജ, ഭാഗവത പാരായണം, രാമായണ പാരായണം എന്നിവ നമ്മുടെ ആത്മീയ പ്രവർത്തനങ്ങളിൽ വേറിട്ടുള്ളതാണ്. ലോക വനിതാ ദിനത്തിൽ പ്രമുഖരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചർച്ചാ ക്ലാസുകൾ സംഘടിപ്പിക്കുവാനും പ്രശസ്തരായ വനിതകളെ ആദരിക്കുവാനും ചൈതന്യയുടെ പ്രവർത്തകർ മറക്കാറില്ല. ജാതിമത ഭാഷാഭേദമന്യേ നൂറുകണക്കിന് ഉണ്ണിക്കണ്ണന്മാരെയും ഗോപികമാരെയും അണിനിരത്തി എല്ലാ വർഷവും ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയുടെ ഭാഗമായി നമ്മൾ നടത്തുന്ന ശോഭായാത്ര അക്ഷരാർത്ഥത്തിൽ ദാസരഹള്ളിയെ അമ്പാടിയാക്കി മാറ്റുന്ന വർണ്ണാഭമായ ആഘോഷം തന്നെയാണ്. മകരമാസത്തിലെ കാർത്തിക നാളിൽ മാധവാര ചക്കുളത്തുകാവിൽ പൊങ്കാലയിടാനെത്തുന്ന ആയിരക്കണക്കിന് അമ്മമാർക്ക് സൗജന്യ വൈദ്യസഹായം നൽകി നമ്മുടെ സേവനങ്ങൾ സമുദായത്തിനും അതീതമായി സമൂഹ സേവനത്തിന്റെ സന്ദേശം നൽകുന്നു. ഇക്കഴിഞ്ഞ കേരളപ്പിറവി ദിനവും കർണാടക രാജ്യോത്സവവും ആഘോഷിച്ച അവസരത്തിൽ ആഘോഷങ്ങളിൽ പങ്കുചേരാൻ നമ്മോടൊപ്പം ഗ്ലോബൽ ഹോംസ് എന്ന സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ M. ലോകനാഥനുമുണ്ടായിരുന്നു. പ്രസ്തുത ചടങ്ങിൽ നമ്മുടെ യുവജന വിഭാഗത്തിന് ദൃശ്യം എന്ന പേര് നൽകി. 2013 KNSSന്റെ ടാലന്റ് സെർച്ച് എന്ന യുവജനോത്സവത്തിൽ കലാതിലകവും കലാപ്രതിഭയുമടക്കം 3ാം സ്ഥാനം കരസ്ഥമാക്കിയ നമ്മുടെ യുവജന വിഭാഗം കായിക രംഗത്തും തിളക്കമേറിയ പ്രകടനങ്ങളാണ് കാഴ്ചവയ്ക്കുന്നത്. IKC എന്ന ഇന്റർ കരയോഗം ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ 4ാം സീസണിൽ എവർ റോളിംഗ് ട്രോഫി നേടിയപ്പോൾ ദൃശ്യം എന്ന പേരിനെ അന്വർത്ഥമാക്കി. സാമ്പത്തികമായി ബുദ്ധിമുട്ടനുഭവിക്കുന്ന അംഗങ്ങളിൽ ചിലരുടെയെങ്കിലും ചികിത്സയ്ക്കായും മക്കളുടെ വിദ്യാഭ്യാസത്തിനും മറ്റുമായി സാമ്പത്തിക സഹായം നൽകാൻ ഈ കരയോഗത്തിന് സാധിച്ചിട്ടുണ്ട്. KNSS ബെനവലന്റ് ഫണ്ടിൽ നിന്നുള്ള ധനസഹായത്തിന് പുറമെയാണ് ഈ സഹായം എന്നും അറിയിക്കട്ടെ. ഇനിയും കയറുവാൻ പടവുകളേറെയുണ്ട്. വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അംഗബലവും നല്ലവരായ സമുദായ അംഗങ്ങളുടെ സഹകരണവും ആചാര്യരിൽ നിന്നും തലമുറകളായി കൈമാറി വന്ന ഇച്ഛാശക്തിയും ഊർജവും കർണാടക നായർ സർവീസ് സൊസൈറ്റി T. ദാസരഹള്ളി കരയോഗത്തിന്റെ പ്രവർത്തനങ്ങളെ മുമ്പോട്ട് നയിക്കട്ടെ. ഉയരട്ടെ നായർ പതാക.